ഹായ് മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിലയും വിപണിയും, പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഇതൊരു വീട് അല്ലേ, വീട്, അതുപോലെ ഒരു ക്യാമറ ഉണ്ട്, പിന്നെ ഭക്ഷണം, വസ്ത്രമുണ്ട്, പിന്നെ കാറുണ്ട്, TV ഉണ്ട്, ടെലിവിഷൻ, ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ചിത്രങ്ങൾ നമ്മൾ എന്താണ് രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാണ് അല്ലേ. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങളിലെ ആവശ്യങ്ങൾ, നീഡ്സ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, നീഡ്സ്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, വാണ്ട്സ്, എന്നിങ്ങനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇതിനെ തരംതിരിക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത് വീട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് അല്ലേ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ പെട്ടതാണ് ഇത് വീടെന്നുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീഡാണ്, അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ ഒരു ക്യാമറ എന്നുള്ളത് ഒരാൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണോ? അല്ല. അതുകൊണ്ട് അത് മനുഷ്യൻ്റെ എന്താണ്, ആഗ്രഹമാണ്, ആവശ്യമല്ല, ആഗ്രഹമാണ് കേട്ടോ. എന്താണ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം, അതുപോലെ വാണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആഗ്രഹം. ഓക്കെ, അതുപോലെ ഭക്ഷണം എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീഡ്സ് ആണ്, ആവശ്യമാണ് അല്ലേ. ഒരു ടെലിവിഷൻ എന്നുള്ളത് ഒരു മനുഷ്യന് എന്താണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ. അപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഗ്രഹമാണ്, വാണ്ടാണ് അല്ലേ. കാറും അതുപോലെ തന്നെ എന്താണ്, ഒരു മനുഷ്യൻ്റെ വാണ്ട്സ്, ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. എന്നാൽ വസ്ത്രം എന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽപ്പെട്ട ഒരു നീഡാണ് എന്ത്, വസ്ത്രം എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്താണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ആവശ്യങ്ങൾ, നീഡ്സും അതുപോലെ തന്നെ എന്താണ് വാണ്ട്സും, ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, നീഡ്സ്, ഇവിടെ വാണ്ട്സ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ നേരത്തെ. ആവശ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ആഗ്രഹങ്ങളും. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്ത ആ ഒരു ടേബിൾ ആണല്ലേ. ഫുഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നീഡാണ്, ആവശ്യമാണ്. എന്താണ് വസ്ത്രം, ക്ലോത്ത് എന്താണ്, ആവശ്യമാണ്. വീട് അല്ലേ, പാർപ്പിടം എന്താണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വെഹിക്കിൾ, വാഹനം അത്യാവശ്യമാണോ? അല്ല. അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആഗ്രഹമാണ് അല്ലേ. ടെലിവിഷൻ എന്താണ്, വാണ്ട്, ആഗ്രഹമാണ്. ക്യാമറ എന്താണ്, വാണ്ടാണ് അല്ലേ. അപ്പോൾ ഈ മൂന്നെണ്ണം, ഫുഡും ക്ലോത്തും ഹൗസും, ഇത് മൂന്നും എന്താണ്, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ പെട്ടതാണ്, നീഡാണ്. എന്നാൽ ഇത് മൂന്നും അല്ലേ, വെഹിക്കിള്, ടെലിവിഷൻ, ക്യാമറ, ഇത് മൂന്നും എന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വാണ്ടാണ്, അതായത് ആവശ്യങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാപ്റ്ററിലെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം, ബേസിക് നീഡ്സ് ഓർ പ്രൈമറി നീഡ്സ്. അതായത് ഒരു മനുഷ്യന് നമ്മുടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ചില സംഗതികളുണ്ട് അല്ലേ. എയർ, വായു ശ്വസിക്കണ്ടേ അല്ലേ. എയർ, വായു, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് എന്ത്, വായു എന്നുള്ളത്. ഫുഡ്, ഭക്ഷണം അല്ലേ. ആഹാരമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ വാട്ടർ, വെള്ളമില്ലാതെ പറ്റുമോ? ജലമില്ലാതെ ഇല്ല, പറ്റില്ല. ക്ലോത്ത്, വസ്ത്രം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. അതുപോലെ തന്നെ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ വീട്, പാർപ്പിടം എന്നുള്ളത് അല്ലേ. അപ്പം നീഡ്സ് സച്ച് ആസ് എയർ, ഫുഡ്, വാട്ടർ, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ ആർ എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. സോ ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബേസിക് നീഡ്സ് ഓർ പ്രൈമറി നീഡ്സ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് വിളിക്കുന്നു, ബേസിക് നീഡ്സ് അല്ലെങ്കിൽ പ്രൈമറി നീഡ്സ് എന്ന് വിളിക്കുന്നു അല്ലേ. മനുഷ്യന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളാണ് എന്ത്, വായു, ആഹാരം, ജലം, വസ്ത്രം, പിന്നെ പാർപ്പിടം തുടങ്ങിയ. അതിനാൽ ഇവയെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾ, ബേസിക് നീഡ്സ്, എന്താണ് പറയാ, അടിസ്ഥാന ആവശ്യങ്ങൾ അഥവാ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കറിയാം അല്ലേ, ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ചിന്തിച്ചാൽ കിട്ടുന്ന ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചാപ്റ്ററിന് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. അങ്ങനെ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഇത്തരം സാധന സാമഗ്രികളൊക്കെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, സാധനങ്ങളും സേവനങ്ങളും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്തത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ടേം നോക്കാം, പ്രൊഡ്യൂസേഴ്സ്. എന്താ പ്രൊഡ്യൂസേഴ്സ്? ഉൽപാദകർ അല്ലെ. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ആര് പ്രൊഡ്യൂസേഴ്സ്, അല്ലെങ്കിൽ ആര് ഉൽപാദകർ എന്ന് പറയുന്നത് അല്ലെ. പ്രൊഡ്യൂസേഴ്സ് റെക്കഗ്നൈസ് അല്ലെ, പ്രൊഡ്യൂസേഴ്സ് റെക്കഗ്നൈസ് അവർ നീഡ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്കോർഡിംഗ്ലി. നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗം അതാരാണ്? ഉൽപാദകരാണ്, അതായത് പ്രൊഡ്യൂസേഴ്സ് ആണ്, നമുക്കറിയാം അല്ലെ. അടുത്ത അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് പറയാണ്? ഒരു നോട്ട്ബുക്ക് അല്ലെ. നോട്ട്ബുക്ക് എന്നുള്ളത് എന്താണ്? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ യൂസിങ് വേരിയസ് മെറ്റീരിയൽസ്. അതായത് ഒരു നോട്ട്ബുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളിലൂടെ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നോട്ട്ബുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരുപാട് പ്രോസസ്സ് വഴിയാണ് കേട്ടോ. ഒരു ഉദാഹരണം പോലെ എന്ത് ചെയ്യാണ്? നമ്മളത് നോക്കുകയാണ്. ഈ നോട്ട്ബുക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ വേണം അല്ലെ. ഒരു പേപ്പർ ഉണ്ടാക്കുമ്പോൾ, നോട്ട്ബുക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്ത് വേണം? പേപ്പർ വേണം. ഈ പേപ്പർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? മുള, ബാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ട് ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് പൾപ്പാക്കി മാറ്റും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം അസംസ്കൃത വസ്തുവായിട്ടുള്ള ബാമ്പു അല്ലെങ്കിൽ മുള എന്ത് ചെയ്യും? നമുക്ക് വേണം. റോ മെറ്റീരിയൽസ്. ഇതെന്ത് ചെയ്യും? നമ്മൾ വ്യവസായശാലകളിൽ അല്ലെ, വ്യവസായശാല അതായത് ഫാക്ടറികളിൽ കൊണ്ടുപോകും. എന്നിട്ട് ഫാക്ടറികളിൽ വെച്ച് എന്ത് ചെയ്യും? ഈ ഒരു മുളേനെയൊക്കെ നമ്മൾ എന്താക്കി മാറ്റും? പൾപ്പാക്കി മാറ്റിയിട്ട് ഈ പൾപ്പ് പിന്നീട് പേപ്പറാക്കി മാറ്റാണ് ചെയ്യുക അല്ലെ. എന്നിട്ട് ഈ പേപ്പർ പിന്നെ എന്താക്കും? നോട്ട്ബുക്ക് ആക്കി മാറ്റാണ് ചെയ്യുക. എന്നാൽ അപ്പം എന്ത് ചെയ്യും? നമുക്ക് ഉൽപ്പന്നമായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും, നോട്ട്ബുക്ക് ആയിട്ട് കിട്ടും. ഇതെന്താണ്? നമ്മുടെ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നതിലെ പ്രോസസ്സിനെ കുറിച്ച് എന്ത് ചെയ്യാണ്? ചെറുതായിട്ട് ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യാണ്? ടെക്സ്റ്റ് ബുക്കിൽ തരുന്നുണ്ട്. ഒരു ഉദാഹരണം പോലെ എന്ത് ചെയ്യാണ്? പറയാണ്. അതായത് ഏതൊരു പ്രൊഡക്റ്റ്, ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോഴും അത് പല സ്റ്റെപ്പുകളിലൂടെ, പല പ്രോസസ്സുകളിലൂടെ കടന്നു വരേണ്ടതായിട്ടുണ്ട് അല്ലെ. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം പോലെ എന്ത് ചെയ്യാണ്? ഒരു നോട്ട്ബുക്കിന്റെ മാനുഫാക്ചർ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അടുത്തത് ഇൻപുട്ട് എന്നുള്ള ടേമാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ഇൻപുട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻപുട്ടിന്റെ മലയാളം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നിവേശങ്ങൾ. ഇൻപുട്ടിന്റെ മലയാളം എന്താണ്? നിവേശങ്ങൾ കേട്ടോ. അതായത് ദ റിസോഴ്സസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കോൾഡ് ഇൻപുട്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഈ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കും അല്ലെ. അതായത് നമുക്ക് എന്ത് വേണം? നമുക്ക് മുള വേണം, ബാമ്പു വേണം അല്ലെ. ഈ ബാമ്പു കൊണ്ടുപോകാനും ഫാക്ടറിയിൽ പണിയെടുക്കാനൊക്കെ ഒരുപാട് തൊഴിലാളികൾ വേണം, വേണ്ടേ? ഈ ഫാക്ടറിയിൽ വെച്ചിട്ട് പൾപ്പാക്കി മാറ്റാനൊക്കെ മെഷീനറീസ് വേണം. ഫാക്ടറി ഉണ്ടാക്കാനായിട്ടുള്ള ഭൂമി വേണം, അതുണ്ടാക്കാനായിട്ടുള്ള മൂലധനം വേണം അല്ലെ, ബിൽഡിംഗ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോഴാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പം ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സംഗതികളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്ത് പറയും? നിവേശങ്ങൾ എന്ന് പറയും. ഓക്കെ അല്ലേ? ദ റിസോഴ്സസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കോൾഡ് ഇൻപുട്ട്. അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട് അല്ലെങ്കിൽ നിവേശങ്ങൾ എന്ന് വിളിക്കും കേട്ടോ. ഇൻപുട്ട് എന്ന് പറയുന്നതിന്റെ മലയാളമാണെന്ത്? നിവേശങ്ങൾ അല്ലേ. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? മൂലധനം. എന്താണ്? അതിലേക്ക് ആവശ്യമായിട്ടുള്ള പണം എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നു അല്ലെ. മെഷീൻസ് എന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്നു. ഫ്യൂവൽസ് അല്ലെ, ഫ്യൂവൽസ് കൊടുക്കുന്നു. ബിൽഡിങ്സ്, ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ എന്ന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ മെഷീനറീസ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം. പിന്നെ ബിൽഡിങ്ങുകൾ അല്ലെ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാൻഡ്, ഫാക്ടറി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് വേണം, അതിനാവശ്യമായിട്ടുള്ള ഭൂമി വേണം, തൊഴിലാളികളൊക്കെ വേണം അല്ലെ. ഇതൊക്കെയാണ് എന്ത്? ഇൻപുട്ടുകൾക്ക് ഉദാഹരണം. അപ്പൊ എന്താണ് ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് എന്താ? ഈ ഇൻപുട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നം കിട്ടും അല്ലെ. ആ ഉൽപ്പന്നം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ. ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഇൻപുട്സ് ആർ കോൾഡ് ഔട്ട്പുട്ട്സ് അല്ലെ. ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഔട്ട്പുട്ട് കേട്ടോ. ഔട്ട്പുട്ട് എന്നും എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഇൻപുട്ട് എന്താണെന്ന് അറിയൂലേ?
ഔട്ട്പുട്ട് എന്താണെന്ന് അറിയൂലേ അല്ലേ? എന്താണ് ഇൻപുട്ട്? ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന എന്താണ്, നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന എന്ത് ഗുഡ്സ് ആൻഡ് സർവീസ്, എന്താണ് റിസോഴ്സസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻപുട്ട്. എന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോട്ട്ബുക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് വേണം, റോ മെറ്റീരിയൽസ് വേണം, ഫാക്ടറി വേണം, ഫാക്ടറിയിൽ മെഷീനറീസ് വേണം, അതിന് പണിയെടുക്കാൻ തൊഴിലാളികൾ വേണം, ലേബേഴ്സ് അല്ലേ, ലാൻഡ് വേണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വേണം. ഇതൊക്കെയാണ് എന്ത് ഇൻപുട്ട് എന്ന് പറയുന്നത്, അതായത് നിവേശങ്ങൾ. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ് അല്ലേ? ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്, പ്രൊഡക്ഷനും. അതുപോലെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെ, ഈ ഔട്ട്പുട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഔട്ട്പുട്ടാണ് നമ്മുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഇൻപുട്ട് എന്താ, ഔട്ട്പുട്ട് എന്താ നോക്കിയല്ലേ? ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്തൊക്കെ ഇൻപുട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ചെയ്യുന്നത്. നോക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷീൻസ് അല്ലേ, മെഷീൻസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന കമ്പനിയിൽ പൾപ്പ് ഉണ്ടാക്കാൻ എന്ത് വേണം, മെഷീൻസ് വേണം അല്ലെ? മാൻ പവർ അല്ലെ, മനുഷ്യശക്തി വേണം, ലേബേഴ്സ് വേണം, തൊഴിലാളികൾ വേണ്ടേ, വേണം. പിന്നെ അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ആവശ്യമില്ലേ, നമ്മൾ പറഞ്ഞ ബാമ്പു, മുള വേണ്ടേ പേപ്പർ ഉണ്ടാക്കാൻ അല്ലെ? പിന്നെ എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ വേണം അല്ലെ? ഫാക്ടറിയിലൊക്കെ ഒരുപാട് ഉപകരണങ്ങൾ വേണം. ലാൻഡ്, ഫാക്ടറീസ് ചെയ്യാൻ എന്ത് വേണം, ഭൂമി വേണം, എന്ത് വേണം, ലാൻഡ് വേണം. പിന്നെ മൂലധനം, ക്യാപിറ്റൽ വേണം. പിന്നെ കെട്ടിടങ്ങൾ അല്ലെ, ബിൽഡിങ്സ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട്, അതായത് കറക്റ്റ് ഓർഡറിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘാടനം വേണം അല്ലെ? സംഘാടനം വേണം. ഓക്കെ, ഓർഗനൈസേഷൻ. ഇതൊക്കെ എന്താണ്, ഇൻപുട്ടുകളാണ്, അതായത് നിവേശങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്നുള്ള ടേമാണ്. എന്താണ് ഈ പ്രൊഡക്ഷൻ, ഉൽപാദനം? നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രൊഡക്ഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് അല്ലെ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ. നമ്മൾ കൊടുക്കുന്ന മുള അല്ലെ, നമ്മൾ കൊടുക്കുന്ന ബാമ്പു, അതുപോലെ നമ്മൾ കൊടുക്കുന്ന മെഷീൻസ്, നമ്മൾ കൊടുക്കുന്ന ലേബർ, തൊഴിലാളികൾ, നമ്മൾ കൊടുക്കുന്ന ലാൻഡ്, ഭൂമി, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാണ്, നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടാണ് അല്ലെ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നോട്ട്ബുക്ക് എന്ന ഒരു ഔട്ട്പുട്ട് കിട്ടാണ്. ഈ ഒരു പ്രോസസ്സ്, ഈ ഇൻപുട്ടുകളായിട്ടുള്ള ഈ സംഗതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനം. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകളിലൂടെ ഒന്ന് പോവുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട്, ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് എന്ത്, ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും പ്രൊഡക്ഷനും ഒക്കെ കേട്ടോ. നമ്മൾ ടെക്സ്റ്റിലുള്ള വരികളിലൂടെ ഒന്ന് എന്ത് ചെയ്യാണ്, പോവാണ്. ഓക്കെ, എന്താണ് അപ്പോൾ പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കി അല്ലേ? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രക്രിയയെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് വിളിക്കുന്നു. All products that we consume are made through production process. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സംഗതികളും, എല്ലാ സാധനങ്ങളും എന്താണ്, ഒരുപാട് ഉൽപാദന പ്രക്രിയകളിലൂടെ, പ്രോസസ്സുകളിലൂടെ കടന്നു വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന ഈ ഉൽപ്പന്നമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അല്ലെ, ഈ പേൻ ആയിക്കോട്ടെ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ വാച്ച് ആയിക്കോട്ടെ, എല്ലാം എന്താണ്, ഒരുപാട് റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് പ്രോസസ്സുകൾ, ഉൽപാദന പ്രക്രിയകളിലൂടെ കടന്നു വന്നിട്ട് അവസാനം ഉൽപ്പന്നമായിട്ട്, ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് അല്ലെ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഉൽപാദന ധർമ്മം എന്നുള്ളത് കേട്ടോ. അതായത് ഇഫ് ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് ഹൈ ദെൻ ഇറ്റ് ഈസ് പ്രൊഡക്ഷൻ. ഈ ഉൽപാദന ധർമ്മം എന്താണെന്നുള്ള ഡെഫിനിഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും. നമ്മൾ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. ഇഫ് ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് ഹൈ ദെൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓൾസോ മസ്റ്റ് ബി ഇൻക്രീസ്ഡ് അല്ലേ? അതായത് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റിന്, ഒരു ഉൽപ്പന്നത്തിന് മാർക്കറ്റിലുള്ള ആവശ്യക്കാർ കൂടുകയാണ്. ഇപ്പം എന്ത് ചെയ്യാണ്, സ്കൂൾ തുറക്കുന്ന സമയമാണ്, നോട്ട്ബുക്കിന് നല്ല ഡിമാൻഡ് ആയിരിക്കും അല്ലേ? സ്കൂൾ ബാഗുകൾക്ക്, യൂണിഫോമിനൊക്കെ എന്തായിരിക്കും, നല്ല ഡിമാൻഡ് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യും,
കൂടുതൽ ഉൽപ്പന്നങ്ങൾ, കൂടുതൽ ബാഗ്, കൂടുതൽ നോട്ട്ബുക്കുകളൊക്കെ ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഉൽപ്പാദിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് ഹൈ then its production also must be increased. ഒരു ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ കൂടുമ്പോൾ എന്ത് ചെയ്യണം, ആ ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം എന്നാണ് പറയുന്നത് അല്ലെ. ഫോർ ദിസ് വാട്ട് ആർ ദ ഡിഫറെന്റ് പോസിബിൾ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. അതായത് ഇങ്ങനെ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, യൂണിഫോം ഉണ്ടാക്കുകയാണ്. ഈ യൂണിഫോം നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ നമ്മളൊരു 1000 കുട്ടികൾക്കുള്ള യൂണിഫോം ഉണ്ടാക്കുകയാണ്. ഈ യൂണിഫോം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ യൂണിഫോമിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു നോർമൽ സമയത്താണെങ്കിൽ ഈ യൂണിഫോമിന് അത്ര ആവശ്യക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ജൂൺ ജൂലൈ സമയങ്ങളിലാവുമ്പോൾ അല്ലെങ്കിൽ മെയ് ജൂൺ സമയങ്ങളിലാവുമ്പോൾ എന്ത് ചെയ്യും, യൂണിഫോമിൻ്റെ ഡിമാൻഡ് കൂടും അല്ലേ. അപ്പോൾ സ്കൂൾ തുറക്കുകയാണെങ്കിൽ അപ്പോൾ ആവശ്യക്കാർ കൂടുതലായിരിക്കും, അപ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഉൽപാദനം അല്ലെ, പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂട്ടും അല്ലെ. പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടും. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും എന്നുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യം ഉയർന്നതാണെങ്കിൽ അതിന്റെ ഉൽപാദനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത രീതികൾ എന്തെല്ലാം എന്നുള്ളതാണ് നോക്കുന്നത്. ഏതെല്ലാം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ ഉൽപാദനം കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അതായത് നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തുണ്ടാക്കുകയാണ്, മുള ഉപയോഗിച്ച് നോട്ട്ബുക്കുകൾ ഉണ്ടാക്കണം. ഈ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, സീസണായി, സ്കൂൾ തുറക്കുന്ന സമയമായി, ഒരുപാട് നോട്ട്ബുക്കുകൾ എന്ത് ചെയ്യണം, മാർക്കറ്റിലേക്ക് എത്തണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് മുള ഉപയോഗിക്കേണ്ടി വരും അല്ലേ. നമ്മളിപ്പോൾ ഒരു 1000 മുള വെച്ചിട്ടാണ് നിലവിൽ നമ്മളിപ്പോൾ ഒരു 1000 ബാമ്പു വെച്ചിട്ടാണ് പേപ്പർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പൾപ്പ് എടുക്കുന്നത് അല്ലേ, 1000. അപ്പം എന്ത് ചെയ്യാണ്, സ്കൂൾ തുറക്കുന്ന സമയമായി, അപ്പോൾ നല്ല ഡിമാൻഡായിട്ട് വരികയാണ്, പുസ്തകങ്ങൾക്ക് നല്ല ആവശ്യക്കാർ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1000 മുളകൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10,000 മുളകളാക്കി മാറ്റണം അല്ലേ. അപ്പം എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻപുട്ട് കൂട്ടി, ആദ്യം 1000 ആയിരുന്നു ഇൻപുട്ട് കൊടുത്തിരുന്നത്, പിന്നെ നമ്മൾ 10,000 ആക്കി ഇൻപുട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നോട്ട്ബുക്കിന്റെ എണ്ണം കൂടൂലേ, ആ ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും വർദ്ധിക്കും. എന്താ ഈ നിവേശങ്ങൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻപുട്ടിന്റെ മലയാളമാണ് എന്ത്, നിവേശങ്ങൾ. ഇൻപുട്ട് കൂടുതൽ കൊടുത്താൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും, അതായത് പ്രൊഡക്റ്റ് കിട്ടും. അതായത് കൂടുതൽ നിവേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എന്ത് കിട്ടും, പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പം എന്ത് ചെയ്തു, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബെറ്റർ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഴയ കാലത്തൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ചരക്കൊക്കെ ഉപയോഗിച്ച് നെയ്താണ് എന്ത് ചെയ്യുക, വസ്ത്രങ്ങൾ ഉണ്ടാക്കാം. മെഷീനറീസിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഇതൊക്കെ മെഷീനറീസ് എന്ത് ചെയ്യാണ്, ഉണ്ടാക്കി തുടങ്ങണം. നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് നൂലൊക്കെ ചരക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നെയ്തുണ്ടാക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ ഒരു വസ്ത്രം, ഒരു ഷർട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ മെഷീൻ ആകുമ്പോൾ ഒരു ദിവസം 100, 500, 1000 ഷർട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ടെക്നോളജി എന്ത് ചെയ്യാണ്, വളരാണ്. ഈ ടെക്നോളജി വളരുമ്പോൾ ആ വളർച്ച നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഉൽപ്പാദനത്തിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. എന്ന് പറയുന്നത് ബെറ്റർ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ്. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ പ്രൊഡക്റ്റിന്റെ അളവ് എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ് അല്ലെ. പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഉൽപാദന ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ, ഉൽപാദന ഘടകങ്ങൾ. ഭൂമി, ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഉൽപാദന ഘടകമാണ്. അതുപോലെ ലേബർ എന്നുള്ളത് എന്താണ്, ഒരു ഉൽപാദന ഘടകമാണ്. ക്യാപിറ്റൽ എന്നുള്ളത് ഒരു ഉൽപാദന ഘടകം. ഇങ്ങനെ ഒരുപാട് ഉൽപാദന ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇതൊക്കെ കൂട്ടുമ്പോൾ ഇപ്പോൾ ക്യാപിറ്റൽ കൂട്ടുക, മൂലധനം കൂട്ടുക, അപ്പോൾ കൂടുതൽ ഉൽപാദനം, കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ലാൻഡ് കൂട്ടുക, നമ്മുടെ ബിൽഡിംഗ് ഒക്കെ വലുതാക്കുക, കമ്പനിയൊക്കെ വലുതാക്കുക, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും ഇല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, കൂട്ടുക. ഉൽപാദന ഘടകങ്ങളുടെ അളവ് എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പോൾ 3 പോയിന്റ് എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കും മക്കളെ.
ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അല്ലെ. ഈ നിവേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ടാണ്. ഇൻപുട്ട് നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക. പിന്നെ ബെറ്റർ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ്, മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. പിന്നെ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് അല്ലെ. ഉൽപാദന ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നമുക്കുള്ള ഉൽപാദനം അധികരിക്കും, നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഈ പറഞ്ഞ 3 സാധനം എന്താ? ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്തായിരുന്നു ചോദ്യം? വാട്ട് ആർ ദ ഡിഫറെന്റ് പോസിബിൾ മെത്തേഡ്സ് അല്ലെ. നോക്കൂ മക്കളെ, വാട്ട് ആർ ദ ഡിഫറെന്റ് പോസിബിൾ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. അതായത് നമ്മുടെ ഉൽപാദനം കൂട്ടുന്നതിന് ആവശ്യമായി നോക്കൂ എന്താണ് അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യം ഉയർന്നതാണെങ്കിൽ അതിന്റെ ഉൽപാദനവും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ്? ആ രീതികളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നോക്കാനുള്ളത് എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ആസ് പെർ ദ റിക്വയർമെന്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഡിമാൻഡ്, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, ആവശ്യക്കാരുണ്ടോ, നമ്മൾ കൂടുതൽ സാധനങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആവശ്യക്കാരില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അളവ് കുറക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അല്ലെ. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ദെയർ പ്രൊഡക്ടിവിറ്റി. അതായത് ജസ്റ്റ് എന്താണ്, നമ്മൾ എത്രത്തോളം ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, അങ്ങോട്ട് നോക്കും മക്കളെ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ലേ ഈ പ്രൊഡക്ഷൻ കണ്ടോ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഉൽപാദന ധർമ്മം, ഇതെന്താന്നുള്ളത് എന്ത് ചെയ്യണം? അതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതായത് ഉൽപാദന പ്രവർത്തന, ഉൽപാദന ധർമ്മം എന്നുള്ളതാണ് കേട്ടോ. ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ പ്രവർത്തനം. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സസ് ആൻഡ് ദ പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്സ് വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. എന്താ പറഞ്ഞിട്ടുള്ളത്? കേൾക്കുമ്പോൾ എന്തോ വലിയ സംഗതിയാ തോന്നില്ലേ? പക്ഷെ വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളിലെ നമ്മൾ എന്ത് കൊടുക്കും? ഇൻപുട്ട് കൊടുക്കും. ഈ ഇൻപുട്ട് എന്തായിട്ട് മാറും? പിന്നീട് ഔട്ട്പുട്ടായിട്ട് മാറും അല്ലെ. ഒരുപാട് ഇൻപുട്ട് നമ്മൾ കൊടുക്കും, അത് ഔട്ട്പുട്ടായിട്ട് മാറും. ഈ ഒരു മെത്തേഡിനെ, പ്രോസസ്സിനെ വിളിക്കുന്നവർ എന്താ? പ്രൊഡക്ഷൻ. എന്താ വിളിക്കുക? ഉൽപാദനം, പ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ഇൻപുട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? നിവേശങ്ങൾ എന്ന് വിളിക്കും കേട്ടോ. ഔട്ട്പുട്ടിനെ എന്ത് വിളിക്കും? ഉൽപ്പന്നം എന്ന് വിളിക്കും. അപ്പം ഇൻപുട്ടുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈ ഇൻപുട്ട് കൂട്ടിയാൽ എന്ത് ചെയ്യും? ഇൻപുട്ടിന്റെ അളവ് നമ്മൾ കൂട്ടിയില്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിന്റെ അളവും കൂടും. ഇൻപുട്ടിന്റെ അളവ് നമ്മൾ കുറച്ചു, അപ്പൊ എന്ത് ചെയ്യാണ്? ഔട്ട്പുട്ടിന്റെ അളവും കുറയും. ഓക്കെ, അപ്പൊ ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ, ഒരു ബന്ധമുണ്ട്. ആരൊക്കെ തമ്മിൽ ബന്ധമുണ്ട്? ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നിവേശവും അതുപോലെ തന്നെ എന്താണ് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം, പ്രൊഡക്റ്റും തമ്മിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതാണ് ശരിക്കും എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ്. എന്താണ്? technical relationship between input used in the production processes and the produced output അല്ലേ. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻപുട്ടും അതുപോലെ ഔട്ട്പുട്ടും തമ്മിലുള്ള ടെക്നിക്കൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ധർമ്മം എന്ന് വിളിക്കുക. നോക്കൂ മക്കളെ, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ നിവേശം ട്ടോ. ഇൻപുട്ടുകളും ഒരു നിശ്ചിത സമയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടുകളും പ്രൊഡക്റ്റും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണെന്ത് ഉൽപാദന പ്രവർത്തനം അല്ലെങ്കിൽ ഉൽപാദന ധർമ്മം എന്ന് പറയാം. എന്താണ് ഉൽപാദന ധർമ്മം? എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? എന്താണ് ഉൽപാദന ധർമ്മം? എന്താ പറഞ്ഞു തരൂ? അതായത് ഒരു റിലേഷൻ ആണ്, ഒരു ടെക്നിക്കൽ റിലേഷൻ ആണ് അല്ലെ. ആരൊക്കെ തമ്മിലുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പ്, ഒരു സാങ്കേതിക ബന്ധം, നമ്മൾ കൊടുക്കുന്ന നിവേശങ്ങളും നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള ഒരു സാങ്കേതിക ബന്ധത്തെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിൻ്റെ ഒരു സമവാക്യം, ഒരു ഇക്വേഷനാണ് എന്ത് ചെയ്യാനുള്ളത്? നോക്കാനുള്ളത്. Q is equal to F. Q is the function of
Q is the function of NLKO. ഇതൊക്കെ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ വായിക്കാം ഒന്ന് വായിച്ചേരി, എങ്ങനെ വായിക്കാം? Q is the function of NLKO. എന്താ എന്നും എല്ലും കെ ഒക്കെ ഇതൊക്കെ എന്താ സംഭവം നോക്കാം അല്ലേ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ Q അല്ലേ, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് ആകെ കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ അളവാണ് എന്ത് Q എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ആകെ കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ അളവ്. F എന്താണ്, ഈ ഫംഗ്ഷൻ എന്നുള്ളതാണ് F കേട്ടോ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നെന്താ, നമ്മൾ ലാൻഡിനാണ്, ഭൂമി അല്ലെ, ലാൻഡിനാണ് എന്താ പറയുക N എന്ന് പറയുന്നത്. L എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബർ ആണ്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മൂലധനത്തിനാണ് നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ. മൂലധനം എന്താണോ, മൂലധനത്തിനാണെന്ന് പറയാ ക്യാപിറ്റൽ എന്ന് പറയാ. എന്തൊക്കെ ക്യാപിറ്റൽ, ടെക്നോളജി, ബിൽഡിംഗ്, ടൂൾസ്, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ വരും. പിന്നെ എന്താണ്, ഓർഗനൈസേഷൻ, അതായത് സംഘാടനം അല്ലെ, സംഘാടനം അല്ലെങ്കിൽ അതിനെന്താ പറയുക സംഘടനം, ഇതിനാണ് നമ്മൾ എന്താ പറയുക ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ, ഈ 4 സാധനങ്ങൾ എന്താ നിങ്ങൾക്ക് അറിയോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതെന്താ, ഇത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. നമ്മൾ വേറെ ചാപ്റ്ററിലൊക്കെ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. ഇത് ഈ 4 സാധനങ്ങൾ ഏതൊക്കെയാ, നമ്മുടെ ലാൻഡ്, ലേബർ, അതുപോലെ ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലെ. ഭൂമി തൊഴിൽ കേട്ടോ, ഭൂമി തൊഴിൽ, അതുപോലെ തന്നെ എന്താണ് മൂലധനം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, അതുപോലെ ഓർഗനൈസേഷൻ സംഘാടനം. ഈ 4 സാധനങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഈ 4 സാധനങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻ, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ ആണ് എന്ത് നമുക്ക് ആകെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, ഈ ഒരു സമവാക്യം ഓർത്ത് വെക്കുക. Q is equal to F into NLKO. ഇതെങ്ങനെ വായിക്കുക, Q is the function of NLKO അല്ലെ. Q is the function of NLKO. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സമവാക്യം പഠിച്ചു വെക്കുക. എന്നിട്ട് ഇതിൽ ഓരോ സ്പെല്ലിങ്ങിൽ ഓരോ ടേമുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്യാണ്ട് ആലോചിച്ച് തലമുണ്ടാക്കണ്ട കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മളെ എക്സ്ട്രാ റീഡിങ്ങിൽ, അതായത് നമ്മുടെ അധിക വായനയുടെ സ്ഥലത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു ഹ്രസ്വ ദീർഘകാല ഉൽപാദന ധർമ്മം അല്ലെ, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് റീഡ് ചെയ്ത് വിട്ടാൽ മതി. എക്സ്ട്രാ റീഡിങ്ങിന് സ്ഥലത്ത് ഇമ്പോർട്ടൻ്റ് അല്ല, പരീക്ഷക്കൊന്നും എന്ത് ചെയ്താൽ ചോദിക്കുക, ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു പോവാം. എല്ലാ നിവേശങ്ങളും ഉൽപാദന പ്രക്രിയയിൽ മാറുന്ന ഘട്ടത്തെ ദീർഘകാല ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് എന്ത് ചെയ്യുന്നു വിളിക്കുന്നു കേട്ടോ. അത് വേണ്ട. പിന്നെ അതിൻ്റെ ഇസ് ദ സിറ്റുവേഷൻ, ഇതെന്താണ് ഷോർട്ട് ടേം, ഇതിനെ വിളിക്കുക ലോങ് ടേം കേട്ടോ. അതിന് ഷോർട്ട് ടേം എന്താണ്, അടുത്തത് ഷോർട്ട് ടേം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് അടുത്തത്, ലോങ് ടേം. ഓക്കെ, ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ ആർ കോൾഡ് ലോങ് ടേം. എന്താണ് ലോങ് ടേം പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് ഷോർട്ട് ടേം രണ്ട് ജസ്റ്റ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വിട്ടാൽ മതി. 2 കാര്യങ്ങളുണ്ട്, നോക്കൂ, ജസ്റ്റ് നോക്കൂ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇതെന്താണ് ഷോർട്ട് റണ്ണ്, ഇതെന്താണ് ലോങ് റണ്ണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇല്ലേ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പിനാണ് എന്ത് പറയുക പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം കേട്ടോ. അത് 2 തരത്തിലുണ്ട്, ഷോർട്ട് റൺ ഉണ്ട്, ലോങ് റൺ ഉണ്ട്. അതായത് ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, the situation in which all inputs are variable is called long run production function. എന്നാൽ ഷോർട്ട് റൺ എന്താണ്, ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ the situation in which at least one input is fixed in the production process is called short run production എന്ന് വിളിക്കുക. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ, ഉൽപാദന പ്രക്രിയയിൽ കുറഞ്ഞത് ഒരു ഇൻപുട്ട് എങ്കിലും നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്ന് വിളിക്കുന്നു ഹ്രസ്വകാല ഉൽപാദനം എന്നെന്ത് ചെയ്യുന്നു വിളിക്കുന്നു. അതൊന്നും എന്തല്ല ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു പാസീവ് മൈൻഡിലൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കൂല, പഠിക്കണ്ട. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ഥിതിക്കൊന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇതെന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഫിക്സഡ് ഇൻപുട്ട് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫിക്സഡ് ഇൻപുട്സ് ആൻഡ് വേരിയബിൾ ഇൻപുട്സ് എന്താണ് വിളിക്കുക, ഫിക്സഡ് ഇൻപുട്സ് ആൻഡ് വേരിയബിൾ ഇൻപുട്സ്. അതായത് സ്ഥിര നിവേശങ്ങളും അസ്ഥിര നിവേശങ്ങളും. എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, സ്ഥിര നിവേശങ്ങളും അസ്ഥിര നിവേശങ്ങളും.
ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് യൂസിങ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഇൻപുട്ട് അല്ലേ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളില്ലേ, ഈ ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടിയാൽ എന്ത് കൂടും? ഔട്ട്പുട്ട് കൂടും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇൻപുട്ടിൻ്റെ അളവ് കുറച്ചാലോ ഔട്ട്പുട്ടിൻ്റെ അളവും കുറയും. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞല്ലോ, ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിത്തിൻ എ ടൈം ഫ്രെയിം. എന്തായിരുന്നു? അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? യെസ്, എന്താ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് വിളിക്കുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പം ഓക്കെ, സ്ഥിര നിവേശങ്ങളും അസ്ഥിര നിവേശങ്ങളും. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടാൻ പറ്റുമോ? എല്ലാ സമയത്തും ഇൻപുട്ടിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റൂല. നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് നമുക്ക് ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ അളവും കൂടും അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും കൂടും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ അളവ് കുറച്ചാണെങ്കിലോ തിരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ അളവ് എന്തായിരിക്കും? കുറച്ചായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇനി ഇത് നോക്കൂ. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് യൂസിങ് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് ഇൻപുട്ട് അല്ലേ. വ്യത്യസ്ത അളവിലുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ആവശ്യമുള്ള അളവ് ഉൽപ്പാദിപ്പിക്കാൻ എന്ത് ചെയ്യും? സാധിക്കും. നമ്മൾ പറഞ്ഞു ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടിയാൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടുമെന്നുള്ളതാണ്. ബട്ട് ഇൻ എ ഷോർട്ട് പീരീഡ് അല്ലേ, ഒരു കുറഞ്ഞ സമയം കൊണ്ട്, ബട്ട് ഇൻ എ ഷോർട്ട് പീരീഡ്, ഒരു കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ചില ഇൻപുട്ടുകൾ നമുക്ക് കൂട്ടാൻ പറ്റില്ല. പലതരത്തിലുള്ള ഇൻപുട്ടുകളുണ്ട്. ചില ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂട്ടാൻ പറ്റും. ആ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമ്മൾക്കുള്ള പ്രൊഡക്ഷനും കൂടും അല്ലെ, ഔട്ട്പുട്ടും കൂടും. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിനുള്ളിലൊന്നും ചില ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു എന്ത്? ഇൻപുട്ട് കൂട്ടിയാൽ ഔട്ട്പുട്ട് കൂടും, ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടിയാൽ ഔട്ട്പുട്ടിൻ്റെ അളവും കൂടും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെറിയൊരു സമയത്തിനുള്ളിലൊന്നും എന്ത് കൂട്ടാൻ പറ്റൂല? ഇൻപുട്ട് കൂട്ടാൻ പറ്റൂല. അതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ ചില രണ്ട് ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ? വേരിയബിൾ ഇൻപുട്ട്, അതായത് ഈ വേരിയബിൾ ഇൻപുട്ട്സ്, അസ്ഥിര നിവേശങ്ങൾ. നോക്കൂ മക്കളെ, ഇൻ എ ഷോർട്ട് പീരീഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ചേഞ്ചിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ക്യാപിറ്റൽ എക്സെട്ര. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാമ്പിൾ നോക്കൂ. ഇത് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? ഇതൊക്കെ എന്താണ്? ഇൻപുട്ടുകളാ അല്ലെ. എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപകരണങ്ങൾ. ഒരു ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഉപകരണങ്ങൾ എന്താ? ഇൻപുട്ടാണ്. അടുത്തെന്താ? തൊഴിൽ. ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന ലേബേഴ്സ്, തൊഴിലാളികൾ എന്താ? ഇൻപുട്ടാണ്. പിന്നെ മൂലധനം, ക്യാപിറ്റൽ എന്നുള്ളത് എന്താണ്? അതും ഇൻപുട്ടാണ്. അടുത്തെന്താ? സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നുള്ളത് എന്താണ്? അതും ഇൻപുട്ടാണ് അല്ലെ. ഇത് നാലും എന്താണ്? ഇൻപുട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻപുട്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ടും കൂടും. ഇൻപുട്ട് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ടും കുറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? ഇൻപുട്ട് കൂട്ടണം. നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഇൻപുട്ടും കൂട്ടാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ ചില എക്സെപ്ഷണൽ കേസുകളുണ്ട് അല്ലേ. അതാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ എന്ത് ചെയ്യാണ്? തൊഴിലാളികളുടെ എണ്ണം, ലേബേഴ്സിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റൂലേ? എളുപ്പമുള്ള കാര്യമല്ലേ? ഒരു ചെറിയ സമയം കൊണ്ടൊക്കെ തൊഴിലാളികളുടെ എണ്ണം കൂട്ടാന്ന് പറഞ്ഞാൽ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫാക്ടറിയിലുള്ള തൊഴിലിൻ്റെ എണ്ണം കൂട്ടുക, അതായത് തൊഴിലാളികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൊഴിലാളികളുടെ എണ്ണം കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷനും കൂടും, ഔട്ട്പുട്ട് കൂടും. തൊഴിലാളികൾ ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ഇൻപുട്ടായിട്ടുള്ള തൊഴിലാളികൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഔട്ട്പുട്ടും കൂടുതൽ കിട്ടും. അതുപോലത്തെ മൂലധനം, ക്യാപിറ്റൽ അല്ലേ. നമ്മളെ ഫാക്ടറിയിൽ കൂടുതൽ പൈസ ഇറക്കുകയാണല്ലേ, കൂടുതൽ ഫണ്ടൊക്കെ ഇറക്കിയിട്ട് കൂടുതൽ മെഷീനറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണേ? പുതിയ മെഷീനറീസ് ഒക്കെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഉൽപ്പാദനം കൂടും അല്ലേ. ഇൻപുട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ കൂട്ടും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യാണ്? കൂടാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വേരിയബിൾ ഇൻപുട്ട്. എന്താ വിളിക്കുക? വേരിയബിൾ ഇൻപുട്ട്. ഇത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ സാധനങ്ങൾ എക്യുപ്മെൻസും അതുപോലെ തന്നെ സംഘാടനം, ഓർഗനൈസേഷൻ, ഇതൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാനോ കുറക്കാനോ ഒന്നും പറ്റില്ല അല്ലേ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിക്സഡ് ഇൻപുട്ട് അല്ലെങ്കിൽ സ്ഥിര നിവേശങ്ങൾ എന്നുള്ളത്. എക്സാമ്പിൾ ഓക്കെ അല്ലേ. ഇനി നമ്മൾ ആ ഡെഫിനിഷനിലേക്ക് ഒന്നും കൂടെ പോവാം. എന്താണ് ആ ഡെഫിനിഷൻ എന്നുള്ളത്? എന്ത് ചെയ്യുക? ഒന്ന് നോക്കൂ മക്കളെ. ഓക്കെ, ഒന്ന് നോക്കൂ ഡെഫിനിഷൻ. നമ്മൾ ആദ്യം നോക്കുന്നത് വേരിയബിൾ ഇൻപുട്ട്സിലെ അസ്ഥിര നിവേശങ്ങൾ എന്താണുള്ളത്. വേരിയബിൾ ഇൻപുട്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ രണ്ട് തരത്തിലുണ്ട്. ഫിക്സ്ഡും ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളത്, വേരിയബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇനി അത് വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കൂ. ബട്ട് ഇൻ എ ഷോർട്ട് പീരീഡ് എന്ത് ചെയ്യുക?
Quantity of output can be increased by changing the quantity of labor, capital, etc. നമ്മൾ പറഞ്ഞു ലേബർ എന്ന് പറഞ്ഞ തൊഴിലാളികളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടാൻ പറ്റും, ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കൂട്ടാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്താണ്, വേരിയബിൾ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, വേരിയബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ അസ്ഥിര നിവേശങ്ങൾ എന്ന് വിളിക്കും. സച്ച് ഇൻപുട്സ് the quantity of which can be changed within a short period of time are called variable inputs. എന്താണ് വേരിയബിൾ ഇൻപുട്സ്, എന്താണ് വേരിയബിൾ ഇൻപുട്സ്? വേരിയബിൾ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കും, അതിൽ ചില ഇൻപുട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് കൂട്ടാൻ പറ്റും അല്ലേ, അത് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിന് നമ്മൾ എന്ത് വിളിക്കുക, വേരിയബിൾ ഇൻപുട്ട് എന്ന് വിളിക്കും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, മാറുന്നത്. ഈ ലേബർ എന്നുള്ള തൊഴിലാളികളുടെ എണ്ണം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും, ക്യാപിറ്റൽ എന്നുള്ളത് എന്ത് ചെയ്യും, പെട്ടെന്ന് മാറ്റാൻ പറ്റും അല്ലേ. അടുത്ത എന്തായാലും അതിന് മലയാളം ഒന്ന് നോക്കൂ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അധ്വാനം മൂലധനം അല്ലെ, അധ്വാനം മൂലധനം മുതലായവയുടെ അളവ് മാറുന്നതിലൂടെ ഉൽപാദനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. അത്തരം ഇൻപുട്ടുകളുടെ അളവ് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാറ്റാൻ കഴിയുന്നതാണ് എന്ത്, അസ്ഥിര നിവേശങ്ങൾ. അതായത് അത്തരം ഇൻപുട്ടുകളുടെ അളവ് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാറ്റാൻ കഴിയുന്നതാണ് എന്ത്, അസ്ഥിര നിവേശങ്ങൾ. ഇനി എന്താ സ്ഥിര നിവേശങ്ങൾ എന്നുള്ള നോക്കാം. എന്താണ് ഫിക്സ്ഡ് ഇൻപുട്സ്, സ്ഥിര നിവേശങ്ങൾ എന്താ, സ്ഥിര നിവേശങ്ങൾ എന്താ, എന്താണ്, അതായത് it is not possible to change the quantity of all inputs within a short period. Such inputs which cannot be changed in a short period of time is called fixed input or land ഓർഗനൈസേഷൻ. ഭൂമിയൊക്കെ പെട്ടെന്ന് കൂട്ടാൻ പറ്റുമോ, ലാൻഡ് ഒരു ഫാക്ടറി നിൽക്കുന്ന ഭൂമി പെട്ടെന്ന് കൂട്ടാൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻപുട്ടാണ് കേട്ടോ, സ്ഥിരമായിട്ടുള്ള ഇൻപുട്ടാണ്. പിന്നെ ഓർഗനൈസേഷൻ, സംഘാടനം. എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പറ്റും, ഇത് സംഘാടനം അല്ലേ, അതിൻ്റെ ഒരു ഓർഗനൈസേഷനും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അതെന്താണ്, അതും ഫിക്സ്ഡ് ആണ്. എന്നാൽ ഏതൊക്കെ മാറ്റാം, ലേബർ തൊഴിൽ മാറ്റാം, പിന്നെ ഏത് മാറ്റാം, മൂലധനം ക്യാപിറ്റലൊക്കെ എന്ത് ചെയ്യാം, മാറ്റാം. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കുക, വേരിയബിൾ ഇൻപുട്ട് എന്ന് വിളിക്കും. ഇപ്പോൾ ഓക്കെ അല്ലേ, ഡെഫിനിഷനൊക്കെ ഓക്കെ അല്ലേ. ജസ്റ്റ് കുറച്ചൊരു ടൈറ്റുള്ള ഒരു ഭാഗമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കുക കേട്ടോ, ഒന്ന് ബാക്ക് അടിച്ചിട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. മനസ്സിലായാൽ വളരെ സിമ്പിളാണ്, കാര്യമായിട്ടൊന്നും ഈ ഒരു ഭാഗത്ത് എന്തില്ല ഇല്ല കേട്ടോ. ഈ ഇത് നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു അല്ലേ. രണ്ട് തരത്തിലുണ്ട്, വേരിയബിൾ ഇൻപുട്ടുകളുണ്ട്, പിന്നെ എന്തുണ്ട്, ഫിക്സ്ഡ് ഇൻപുട്ടുകളുണ്ട് അല്ലേ. ഇൻപുട്ടുകൾ വേരിയബിളും ഉണ്ട്, ഫിക്സ്ഡും ഉണ്ട്. വേരിയബിൾ ഇൻപുട്ടുകൾക്ക് ഉദാഹരണമാണ് ഇത്, ലേബറും മൂലധനവും അല്ലേ, ക്യാപിറ്റലും. അതുപോലെ എക്യുപ്മെന്റ്സും അതുപോലെ സംഘാടനം ഓർഗനൈസേഷൻ എന്താണ്, ഫിക്സ്ഡ് ഇൻപുട്ടുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കുക. എന്താ മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.